ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതമാണ്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് GCD ഓഫ് 161 and 28 ആൻഡ് ഓൾസോ ഫൈൻഡ് S and T. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി S1 ഈക്വൽ ടു 1, S2 ഈക്വൽ ടു 0, T1 ഈക്വൽ ടു 0, T2 ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് S ഈക്വൽ ടു S1 മൈനസ് Q ഇൻറ്റു S2 ആൻഡ് T ഈക്വൽ ടു T1 മൈനസ് Q ഇൻറ്റു T2. ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ S1 1ഉം S2 0യും T1 0യും T2 1ഉം സ്റ്റോർ ചെയ്യുന്നു. ഇനി R1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈൻഡ് GCD ഓഫ് 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനകത്തെ ഫസ്റ്റ് നമ്പറാണ് R1 സ്റ്റോർ ചെയ്യുന്നത്. R2 നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് നമ്പർ സ്റ്റോർ ചെയ്യും, 28. ദെൻ നമ്മൾ ഇതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് 161 ഡിവൈഡഡ് ബൈ 28, ദാറ്റ് ഈസ് 5, 140. അപ്പോൾ നമുക്ക് റിമൈൻഡർ 21 ആയിട്ട് കിട്ടുന്നു. Therefore, ഇതിൻ്റെ കോഷ്യന്റ് 5 നമ്മൾ Qയിലോട്ടും സ്റ്റോർ ചെയ്യുന്നു, റിമൈൻഡർ Rയിലോട്ടും സ്റ്റോർ ചെയ്യുന്നു. ഇനി നമ്മൾ S കണ്ടുപിടിക്കാൻ പോവാണ്. S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ S മൈനസ് Q ഇൻറ്റു S2. S1 എന്ന് വെച്ചാൽ 1, സോ 1 മൈനസ് Q 5 ഇൻറ്റു S2 0. Therefore, നമുക്കിവിടെ ആൻസർ എന്തെന്ന് വരും? 1 എന്ന് കിട്ടും. ദെൻ T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T1 മൈനസ് Q ഇൻറ്റു T2. Therefore, 0 മൈനസ് 5 ഇൻറ്റു 1. ദാറ്റ് ഈസ് ഇതിൻ്റെ ആൻസർ -5 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ R2ൻ്റെ വാല്യൂ R1 സ്റ്റോർ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ പുതിയ R1ൻ്റെ വാല്യൂ 28 ആയി. അതുപോലെ തന്നെ Rൻ്റെ വാല്യൂ നമ്മൾ R2 സ്റ്റോർ ചെയ്യുന്നു. സോ പുതിയ R2ൻ്റെ വാല്യൂ 21 ആയി. സെയിം ഇത് തന്നെ S2ൻ്റെ വാല്യൂ നമ്മൾ S1 മാറ്റുന്നു, Sൻ്റെ വാല്യൂ S2 മാറ്റുന്നു. ഇത് 0 ആയിരുന്നേ, സോറി. ആൻഡ് ദെൻ T2ൻ്റെ വാല്യൂ നമ്മൾ T1 മാറ്റുന്നു, ആൻഡ് Tയുടെ വാല്യൂ നമ്മൾ T2 മാറ്റുന്നു. നേരത്തെ പോലെ തന്നെ നമ്മൾ വീണ്ടും ചെയ്യുക. 28 divided by 21, that is 1, 21, remainder 7. നമുക്ക് കോഷ്യന്റ് 1 കിട്ടി, റിമൈൻഡർ 7 കിട്ടി. അത് നമ്മൾ Rലോട്ട് സ്റ്റോർ ചെയ്തു. വീണ്ടും നമ്മൾ S കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം S1ൻ്റെ വാല്യൂ എത്രയാ? 0 മൈനസ് Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇൻറ്റു 1. നമുക്ക് അതിൻ്റെ ആൻസർ പുതിയതായിട്ട് -1 എന്ന് കിട്ടി. ആൻഡ് ദെൻ Tയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പം T1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മൈനസ് Q 1 ഇൻറ്റു T2 മൈനസ് 5. നമ്മൾ അതിൻ്റെ ആൻസർ 6 എന്ന് കിട്ടി. ദെൻ നമ്മൾ വീണ്ടും നേരത്തെ പോലെ ചെയ്യുകയാണ്. R2ൻ്റെ വാല്യൂ R1 സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ R1 21 ആയി. Rൻ്റെ വാല്യൂ R2 സ്റ്റോർ ചെയ്തു, അപ്പോൾ 7 ആയി. S2ൻ്റെ വാല്യൂ S1 സ്റ്റോർ ചെയ്തു, Sൻ്റെ വാല്യൂ S2 സ്റ്റോർ ചെയ്തു. ആൻഡ് T2ൻ്റെ വാല്യൂ T1 സ്റ്റോർ ചെയ്തു, Tയുടെ വാല്യൂ T2 സ്റ്റോർ ചെയ്തു. നമ്മൾ വീണ്ടും മോഡ് കാണുകയാണ്. അപ്പം 21 മോഡ് 7, അപ്പം 3 കിട്ടും, 21 0. ആൻഡ് ദെയർഫോർ പുതിയ കോഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3, റിമൈൻഡർ നമുക്ക് 0 ആയി. ആൻഡ് ദെൻ S1ൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ S1 മൈനസ്, ദാറ്റ് ഈസ് 1 മൈനസ് Q 3 ഇൻറ്റു S2 മൈനസ് 1. നമുക്ക് Sൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. ആൻഡ് ദെൻ Tയുടെ വാല്യൂ പുതുതായിട്ട് T1, ദാറ്റ് ഈസ് 1 -5 -5
ക്യൂ നമുക്ക് 3 ആണ്. 3 × 6 ദാറ്റ് ഈസ് നമുക്ക് ഇതിന്റെ ആൻസർ -23 എന്ന് കിട്ടി. ഇനി വീണ്ടും നമ്മൾ സ്റ്റോർ ചെയ്യാണ്. R2ന്റെ വാല്യൂ നമ്മൾ R1 സ്റ്റോർ ചെയ്തു, 7 എന്ന് കിട്ടി. R2 നമ്മൾ Rന്റെ വാല്യൂ സ്റ്റോർ ചെയ്തു, ദാറ്റ് ഈസ് 0 എന്ന് കിട്ടി. R2ന്റെ വാല്യൂ എപ്പം 0 ആവുന്നു അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. R2ന്റെ വാല്യൂ എപ്പം 0 ആകുന്നു അന്നേരം നമ്മൾ ഇവിടെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? S2ലെ വാല്യൂ -1s സ്റ്റോർ ചെയ്തു, എസിന്റെ വാല്യൂ ഇങ്ങോട്ട് സ്റ്റോർ ചെയ്തു. അതേപോലെ തന്നെ T2ന്റെ വാല്യൂ T1 സ്റ്റോർ ചെയ്തു, Tയുടെ വാല്യൂ T2 സ്റ്റോർ ചെയ്തു. അപ്പോൾ R2ന്റെ വാല്യൂ എപ്പം 0 ആകുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ GCD ഓഫ് 161,28 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആണ്. അപ്പോൾ കറന്റ്ലി R1ന്റെ വാല്യൂ എത്രയാണോ അതാണ് നമ്മുടെ ഇതിന്റെ GCD എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എസിന്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി S1ന്റെ വാല്യൂ എന്താണോ അതായിരിക്കും എസിന്റെ വാല്യൂ. അപ്പം എസിന്റെ വാല്യൂ നമുക്ക് -1 ആയിട്ട് കിട്ടി. അതേപോലെ തന്നെ Tയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ R2 0 ആകുമ്പോൾ T1 വാല്യൂ ആണ് Tയുടെ വാല്യൂ, അതായത് 6. അപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു.